ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് GK. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് LSS എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസിൽ GK വിഭാഗമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മലയാളവും പരിസര പഠനം അഥവാ EVSും കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് GK ക്വസ്റ്റ്യൻസ് നോക്കാം. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഓപ്ഷൻസ് നോക്കാം. എ. അയ്യപ്പൻ നായർ, ബി. വി അയ്യപ്പൻ, സി. KE മത്തായി, ഡി. അയ്യപ്പൻ പിള്ള. ആരാണ് കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ? വി അയ്യപ്പൻ. ആൻസർ ഓപ്ഷൻ ബി, വി അയ്യപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. എ. ചിന്നാർ, ബി. ചെന്തരുണി, സി. പറമ്പിക്കുളം, ഡി. പാമ്പാടുംചോല. ഏതാണ്? ഓപ്ഷൻ ബി, ചെന്തരുണി. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള അവയവദാന പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ കവചം, ബി. മൃതസഞ്ജീവിനി, സി. സുഭിക്ഷം, ഡി. അമൃതം. ഏതാണ്? ഓപ്ഷൻ ബി, മൃതസഞ്ജീവിനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പക്ഷിക്കോലം, കുതിരക്കോലം എന്നിവ ഏത് കലയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ തെയ്യം, ബി. പടയണി, സി. മുടിയേറ്റ്, ഡി. കഥകളി. ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, പടയണി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡീഗോ മറഡോണ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഹോക്കി, ബി. ടെന്നീസ്, സി. ഫുട്ബോൾ, ഡി. ക്രിക്കറ്റ്. ഏതാണ്? ഡീഗോ മറഡോണ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി, ഫുട്ബോൾ. പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് ലഭിച്ചത് ആർക്കാണ്? സുഗതകുമാരി ടീച്ചറിന്. ലോകത്ത് ആദ്യമായി COVID-19 റിപ്പോർട്ട് ചെയ്ത രാജ്യമേതാണ്? ഉത്തരം ചൈന. ഏറ്റവും വലുപ്പം കൂടിയ ഉഭയജീവി ഏതാണ്? ഉത്തരം സലമാൻഡർ. സ്കൂൾ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഫസ്ബെൽ. അടുത്ത ക്വസ്റ്റ്യൻ, ലോക കണ്ടൽ ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത് എന്നാണ്? ലോക കണ്ടൽ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 26. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ, കേരള സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണെന്നായിരുന്നു? ആൻസർ കെ സ്മാർട്ട് ആപ്പ്. കെ സ്മാർട്ട് ആപ്പാണ് കേരള സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ. ആൻസർ കറക്റ്റായി ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് വേദിക CA, അനുഷ്ക, ആത്മിക, അനഘ, റാഷ, അൽബ എന്നിവരാണ്. ആൻസർ കറക്റ്റായി പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. തുടർന്നും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ, 2025 ഹരിവരാസനം പുരസ്കാര ജേതാവ് ആരാണ്? 2025 ഹരിവരാസനം പുരസ്കാര ജേതാവ് ആരാണ്? ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.